ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തെറ്റുകൾ തിരുത്താനുള്ളത് തന്നെയാണ്. തിരുത്തുന്നതിനെ നമ്മൾ അംഗീകരിക്കുകയും വേണം, അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. പക്ഷേ ഇത് നിങ്ങൾ അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അതായത് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ യൂട്യൂബിൻ്റെ അകത്ത് വളരെയധികം പ്രചാരത്തിൽ നിൽക്കുകയാണ്. ഈവൻ ഈ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ അവരെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പ്രചാരമാണോ കുപ്രചാരമാണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് മാത്രമാണ് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഷാജിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് ലൈവുകൾ ഇടുന്നു, അതിനകത്ത് തെറി വിളിക്കുന്നു, വഴക്ക് കൂടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, മറ്റുള്ള വീടുകളിലേക്ക് പോയി ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ നിസ്സഹായ ഒരു സ്ത്രീയാണ്, വിധവയാണ്, അവർ 5 കുട്ടികളുടെ അമ്മയാണ്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ ഒരുപാട് ലൈഫിലെ ട്രോമയും മറ്റുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീ ആ ഒരു പരുവപ്പെട്ട ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ്. ഈ 2 പക്ഷവും നിലനിൽക്കുന്നുണ്ട്. ഷാജിയുടെ ഒരു പക്ഷവും അതോടൊപ്പം തന്നെ മറ്റൊരു പക്ഷവും. 2 പക്ഷവും നിൽക്കുമ്പോഴും ഞാൻ നോക്കുന്നത്, എൻ്റെ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ ഈ സ്ത്രീ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് ഈ 5 മക്കളെ വളർത്തുന്നു. ശരിയാണ്, ഞാൻ മുമ്പൊരിക്കൽ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 5 കുട്ടികൾ ഈ ഒരു കാര്യം കണ്ടു വളർന്നതാണെങ്കിൽ അവരുടെ ആ ഒരു ട്രോമ, അവരുടെ ശരിക്കും അവരെ സോഷ്യൽ ന്യൂസൻസ്, അതായത് സാമൂഹികമായിട്ട് മറ്റൊരു തരത്തിലേക്കുള്ള ആൾക്കാരായിട്ട് മാറ്റിയേക്കും. അത് അവരുടെ കുറ്റമല്ല, ഇത് പാരൻസിൻ്റെ അഥവാ അച്ഛനില്ല അമ്മയുടെയൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം കണ്ടു വളരുന്ന കുട്ടിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു മാനസിക അവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടിലാവും എന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് നിലവിൽ അവരൊരു തെറ്റ് തിരുത്തിയിട്ട് മുന്നിട്ട് വന്നിരിക്കുകയാണ്. ആ തെറ്റ് തിരുത്തുന്നതിനെ അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ലേ എന്നുള്ള കാര്യം പിന്നീട് ചിന്തിക്കേണ്ടതാണ്. എന്താണ് സംഭവം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന്, എൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. അതാ പറയുന്നത്. ഞാൻ പറയുന്നത്, എല്ലാ വ്യക്തികളിലും നന്മയും തിന്മയും ഉണ്ടല്ലോ, നിങ്ങളിലും എന്നിലും ഉണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് പല വീക്ഷണകോണുകളിലൂടെ നോക്കുമ്പോൾ പല വിഷയങ്ങളുടെ അകത്തും നമ്മൾ ചിന്തിക്കുന്ന ആംഗിളിൽ മറ്റൊരാൾ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റാണ് അവർ മോശം എന്നുള്ളത്. അവരുടെ ആംഗിളിൽ കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ അകത്ത് നിന്ന് അവർ വളർന്ന് പന്തലിച്ച് അതിൻ്റെ അകത്ത് നിന്ന് വന്ന ഒരുപാട് ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു വ്യക്തി രൂപപ്പെടുന്നത്. അപ്പം അതിനകത്ത് അവരുടെ തീക്ഷ്ണമായ അനുഭവങ്ങൾ എത്രമാത്രമായിരുന്നു, അവരുടെ കൂടെ നിന്നവർ എത്രമാത്രം ആണ് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവർക്കല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്കല്ലാതെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഷാജിയുടെ വിഷയത്തിനകത്ത് വരികയാണെങ്കിൽ ഷാജിയുടെ വീട്ടുകാർ അഥവാ ആ ഉമ്മ ഇവരെ എനിക്ക് ചെയ്തതിനകത്ത് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയിട്ടൊരു കാര്യമാണ്. ഉമ്മയൊക്കെ കുറിച്ചിട്ടൊക്കെ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ വന്നിരുന്നു. നമുക്ക് എത്ര ഇപ്പം പറഞ്ഞ കാര്യം തിരുത്തിയിട്ടുണ്ട് അവർ. എങ്കിലും ഞാൻ പറയുകയാണ്, അത് ആരും ആയിക്കോട്ടെ, നമുക്ക് വളരെയധികം വെറുപ്പും ദേഷ്യമൊക്കെ സ്വന്തം അമ്മയോടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് വിളിച്ച് പറയുന്നത് സ്വാഭാവികമായിട്ടാണെങ്കിൽ പിന്നീട് ഒരു കാലത്ത് നമുക്കതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യം വരും. ഇവരിപ്പോൾ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സ്വാഗതാർഹമായിട്ട് തോന്നിയൊരു കാര്യം, ആ വീഡിയോസൊക്കെ അവർ നിലവിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടു. അവരുടെ ഇതിനകത്ത് ഐ ഡി നിന്നൊക്കെ അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു. ചില വാശിയുടെ പുറത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഇടുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയക്കകത്ത്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പോൾ അവർ ഡിലീറ്റ് ചെയ്താൽ പോകും. വേറെ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ, മറ്റുള്ള ആൾക്കാരും ഒക്കെ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് അതിനെക്കൊണ്ട് ചെയ്തിട്ടുള്ളത് ഓർമ്മയില്ല, ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാർ പറയും ഇത് ഷാജിയുടെ വീഡിയോ ചെയ്തതെന്ന്. കാരണം എനിക്കത് കണ്ടിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം അവിചാരിതമായിട്ട് അറിയുന്നു. അതായത് അവർ തെറ്റ് തിരുത്തുന്നു, അമ്മയുടെ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചോനെ, അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണ്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ നല്ല ഇത് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും അവർ പറയുന്ന വാക്കുകൾ ഇവർ കേൾക്കുന്നു എന്നുള്ള കാര്യവും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസവും കണ്ടിട്ടുള്ളതാണ്, ഒരു അമ്മയും കഴിഞ്ഞ 2 ദിവസം മുമ്പ് അമ്മയും അച്ഛനെയും തലക്കടിച്ചു കൊന്ന മകൻ.
അതുപോലെ തന്നെ മകനെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു വന്ന അച്ഛൻ, അതുപോലെ തന്നെ മകന് വിഷം കൊടുത്തത് അമ്മ, അങ്ങനെ പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുടുംബം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് എല്ലാ മാതൃകകളാണെന്ന് ചോദിച്ചാൽ എല്ലാ കുടുംബത്തിനകത്തുള്ള അച്ഛനും അമ്മയും മറ്റുള്ള ബന്ധുക്കളെല്ലാം മാതൃകയാവും? ഒരിക്കലാവത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പലതും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പിന്നീട് ഒരു ദാരുണ സംഭവം നടക്കുന്ന സമയത്ത് മാത്രം ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കാര്യത്തിനകത്താണെങ്കിൽ ഇവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ അകത്തും ഇവരുടെ ഫാമിലിക്കകത്ത് നടന്ന കാര്യത്തിനെക്കുറിച്ച് എനിക്കെന്തായാലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത്. പക്ഷേ അവരിപ്പോൾ പറഞ്ഞൊരു കാര്യം, അവർ തിരുത്തിയതിനെ നമുക്ക് സ്വാഗതം ചെയ്തേ പറ്റൂ. അവർ ആ ഒരു കാര്യം ഉമ്മയെക്കുറിച്ച് വിളിച്ച് പറഞ്ഞ സ്ഥലം പബ്ലിക്കാണ്, അത് വേറൊരു കാര്യം. പക്ഷേ ആ ഉമ്മ ഇവർ പറയുന്ന ഈ ക്ഷമ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. ഇതൊക്കെ പറയുന്ന സ്വന്തം അവരുടെ വീട്ടിലെ തന്നെ കാര്യം കേട്ടോ. ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ സ്ത്രീയുടെ ഇൻറ്റൻഷനെ കുറിച്ച്. അതായത് ഇവർ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ലൈവാണ്. യൂട്യൂബിനെ കുറിച്ച് അത്യാവശ്യം കുറേ വർഷം കൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരു ധാരണയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരിടുന്ന ഈ ലൈവിലൂടെ ഇട്ട് എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവരുടെ പേരിന് എന്താണ് പ്രചാരമാണോ കുപ്രചാരമാണോ എന്നതൊക്കെ നിങ്ങൾ തന്നെ പറയുക. അവരുടെ ഒരു പേര് ഷാജി, ഇതിപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടാക്കിയത് ഈ ലൈവുകളാണ്. കാരണം ബഹളം വയ്ക്കും, വഴക്കുണ്ടാക്കി തെറി പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിലൂടെ അവരുടെ ആ ഒരു പേര് നിലനിർത്തുന്നതിനപ്പുറം ഈ യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് അവർക്ക് വരുമാനം എന്നുള്ള സാധനം അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യൂട്യൂബിൻ്റെ ലൈവ് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോൾ 1 ലക്ഷം വ്യൂസ് കിട്ടിയാലും 2 ലക്ഷം വ്യൂസ് കിട്ടിയാലും ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഒരു കാരണവശാലും അതിനകത്തുള്ള നല്ല വരുമാനമൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ലൈവൊക്കെ അപ്പം തന്നെ ആൾക്കാർ കാണുന്നത്, പിന്നീട് യൂട്യൂബ് റെക്കമെൻഡ് അധികം ചെയ്തൊന്നുമില്ല. അതുപോലെ തന്നെ ആൾക്കാർ അത് കുത്തിയിരുന്ന് കാണാൻ നിൽക്കത്തൊന്നുമില്ല. മറ്റത് കോണ്ടന്റാണ്. ആ കോണ്ടന്റ് ഫ്രഷ് കോണ്ടന്റ് ആകുമ്പോഴേക്കും അത് യൂട്യൂബ് റെക്കമെൻഡേഷനിലോ ഡിസ്ട്രിബ്യൂഷനിലോ ഒക്കെ പോകും. അതുകൊണ്ട് ഇവരുടെ ഇൻറ്റൻഷൻ ഇതൊന്നുമല്ല. ഇവർക്ക് ആരടുത്തുള്ള വാശിയാണ് ഞാൻ പലപ്പോഴും വാശിയിട്ടുള്ളത്. ഇവരുടെ ആരടുത്തുള്ള വാശി, ദേഷ്യം, മറ്റത് മറിച്ചാണ് നിരന്തരമായ ലൈവുകളിലൂടെ ചെയ്യുന്നത്. എന്നിട്ടോ ആ കുട്ടികളെ കൊണ്ടിരുത്തിയിട്ട് ലൈവ് ചെയ്ത് എനിക്ക് വളരെയധികം ഞാൻ അതിനോട് എതിർപ്പുള്ള ആളാണ്. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾ വളർന്ന് സമൂഹത്തിൻ്റെ അകത്ത് ഭാഗമാവേണ്ട അടുത്ത തലമുറയാണ്. ആ കുട്ടികൾ വളർന്ന് വലുതായിട്ട് അവർക്ക് ഓരോ കുടുംബങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അവർക്കും നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അവർക്കും നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ പൂർവ്വകാലത്തിൻ്റെ അകത്ത് തൻ്റെ മുത്തശ്ശി, അതായത് ഈ കുട്ടികളുടെ ഉമ്മുമ്മ അല്ലേ, അതായത് മുത്തശ്ശി, അത് അമ്മയുടെ അമ്മുമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ അമ്മുമ്മ എന്നുള്ള സംഭവം ഇങ്ങനെയാണ് ലൈവ് പണ്ട് യൂട്യൂബിൻ്റെ അകത്ത് നടന്ന് ലൈവ് പറഞ്ഞത്. അപ്പോൾ അത് പരുവപ്പെടുക, ഒതുങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് തീർന്ന ജൽപ്പന വർത്താനങ്ങളും ചപല വർത്താനങ്ങളും വഴക്കും ദേഷ്യവും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും ഒട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല എന്ന് ഞാൻ അടിവരായിട്ട് പറയുന്നു. അത് ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കൂടെ തുലയ്ക്കും എന്നുള്ള കാര്യം. അവരെ കൊണ്ട് ലൈവിലൊന്നും വരുത്താതിരിക്കുക. ഒരു കാണുവാണെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുക, അവരെ വിട്ടേക്ക്. അവരുടെ പ്രൈവസി ഒരിക്കലും നിങ്ങൾക്ക് കവരാനുള്ള ഒരു അധികാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഈ സ്റ്റേറ്റിൻ്റെ തന്നെ കുട്ടികളാണ്, അഥവാ ഈ നാടിൻ്റെ അടുത്ത തലമുറയാണ്, ഫ്യൂച്ചറാണ്. ആ കുട്ടികൾക്കും അവരുടെ കഴിവുകളും മറ്റുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, പഠിക്കാനുള്ള അവസരം കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരം കൊടുക്കുക. അതിനപ്പുറം അവരെയും കൂടെ ഈ താറടിക്കുന്ന സംഭവത്തിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മനോഭാവം ഇങ്ങനെ തന്നെ ആയിപ്പോവും. നാളെ ഏതെങ്കിലും സ്കൂൾ കുട്ടിയോട് കടന്ന് അടി ഉണ്ടാക്കിയിട്ട് വന്ന് ലൈവ് ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കും ഉണ്ടായില്ല. എന്തായിരിക്കും അവസ്ഥ? അതൊന്ന് ഇവരെ പോലുള്ള ആൾക്കാർ ചിന്തിക്കണം. ഇത് അതേ ഒരു സംഭവമാക്കി ഓരോരുത്തർ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരാരാ? ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് പങ്കുവയ്ക്കുന്നുകൊണ്ടാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. സോഷ്യൽ മീഡിയ ജഡ്ജ് ചെയ്യപ്പെടുന്നതിൻ്റെ റീസൺ തന്നെ സ്വന്തമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വിളമ്പുന്നതുകൊണ്ടാണ്. ആരെങ്കിലുമൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച്. സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? എതിർക്കുന്നവർ നിങ്ങളെ എതിർക്കും. ആ എതിർക്കുന്ന സാഹചര്യവും സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം മൊത്തം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇത്രയും തന്നെ ഉള്ളൂ. ഈ ഒരു സാധനം, ബാക്കിയൊക്കെ അവരുടെ ലൈവിൻ്റെ സുദീർഘമായ ലൈവൊന്നും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു തീരെ താല്പര്യമില്ല. അത് ഒരുപാട് വളരെ ലെങ്തിയുള്ള ലൈവുകളാണ്. എന്നാൽ ഈ ഒരു ഭാഗം, ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഈ ഉമ്മ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് ഇനിയിപ്പം ഷാജിയുടെ ഉമ്മയുടെ അവർ ഇതൊക്കെ കാണുമെന്ന് അറിയത്തില്ല. എൻ്റെ വീഡിയോ ഒന്നും അവർ കാണാനുള്ള സാധ്യതയില്ല. എങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കും? ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട്, ആ സ്ത്രീ 5 മക്കളെ വളർത്തുന്നു, അത് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. അവർ ഈ പറഞ്ഞ കണക്കിന് സോഷ്യൽ ന്യൂസൻസ് ആയിട്ട് സാമൂഹികമായിട്ട് തന്നെ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കുള്ള ഇതിൽ പോകുന്നു. ഒരുപാട് ഈ പറയുന്ന പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സാഹചര്യമായിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. ഈ ക്രീമിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞു, എന്തൊക്കെ ക്രീമൊക്കെ ഇത് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്ത് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല. അതിൻ്റെ കെമിക്കൽ സെറ്റും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിട്ടുണ്ട് ചെയ്യുന്ന അറിയത്തില്ല. ഇനി ആർക്കെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരമായിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചിട്ടൊക്കെ വേണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യാൻ.
ഇനി ഈ ഷാഹിദ ഷാജിയുടെ ഉമ്മയോ മറ്റുള്ള ആൾക്കാരോ ഒക്കെ കേൾക്കുന്നെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഇൻസൈഡ് തന്നെ യൂട്യൂബ് മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ തന്നെയൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ ഇതാവുക. പിന്നെ ഒരുപാട് പ്രായങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് അധിക കാലമൊന്നും ഈ ഭൂമി ജീവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് കാലം മക്കളൊക്കെയാണ്, അത് ചെറിയ ചെറിയ താല്പര്യക്കുറവും ദേഷ്യമൊക്കെ മുൻകാലങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തിയിട്ട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കാവുന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി ആ ഒരു 4-5 പിള്ളേരുണ്ട്, 4 കുട്ടികളെ വളർത്തുന്ന 5 കുട്ടികളെ വളർത്തുന്ന ഒരാളുടെ ഒരവസ്ഥ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5 സ്ത്രീ ഈ സ്ത്രീ 5 കുട്ടികളെ വളർത്തുകയാണ്. ഞാൻ പലപ്പോഴും അന്തം വിട്ടിട്ടുണ്ട്, ഇതെങ്ങനെ 5 കുട്ടികളെ ഒരു സ്ത്രീ ഇങ്ങനെ വളർത്തുന്നു, അവരൊറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ വളർത്തുന്നു. 5 പിള്ളേർ കുഞ്ഞു മുതൽ വലുതുവരെ ഉണ്ട്. അതിൻ്റെ വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കാം, അവർക്കുള്ള ഡ്രസ്സ്, ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങൾ, അവർക്കുള്ള ദൈനംദിന ആവശ്യങ്ങൾ, എന്തുമാത്രം ചിലവുകൾ വരും. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഈ കുട്ടികളെ വളർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലാതെ വേറെ എനിക്കറിയില്ല. കുറേയധികം ആരോപണങ്ങൾ ഇവരെ കുറിച്ച് ഒരുപാട് വരുന്നുണ്ട്. ഇവരെ ഭയങ്കരമായിട്ട് വെറുപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും പല ആൾക്കാർക്കും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ, വളരെ മാന്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവർ പരുവപ്പെട്ടത് ഒരു വ്യക്തിയായിട്ട് മാറുന്നില്ലേ? തുടക്കം മുതൽ കൊച്ചുകാലം മുതലേക്ക് ഓരോന്ന് കണ്ട് മറ്റേ സിനിമകളിൽ നമ്മൾ കാണുന്നില്ലേ? അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഒരു കാരണങ്ങൾ പിന്നെ വലുതാകുമ്പോഴേക്കും അത് കൊണ്ടു നടക്കുന്നു. അതിനുശേഷം ലൈഫ് തന്നെ മാറിപ്പോകുന്നു. അതിൽ ചിലത് വില്ലനാവുന്നു, ചിലത് നമ്മുടെ നായകനും ഒക്കെ ആയി മാറുന്നു. അതുപോലെയൊക്കെ തന്നെയാണ്. സോ എന്തായിരുന്നാലും ഇവരുടെ ഈ ഒരു ക്ഷമാപണമോ ഈ പറയുന്ന ഉമ്മയുടെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുള്ള കാര്യമോ ആ ഒരു ഇതൊക്കെ അവരുടെ ഉമ്മയൊക്കെ ഏറ്റെടുക്കുമെങ്കിൽ വളരെ നല്ല കാര്യം. യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ മര്യാദയ്ക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ 5 കുട്ടികളെ ഒക്കെ വേണമെങ്കിൽ നല്ല രീതിയിലേക്ക് വേണമെങ്കിൽ അത് നല്ല കോണ്ടന്റുകളൊക്കെ ചെയ്താൽ അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം അതിനകത്ത് ഉണ്ടാക്കാനും കഴിയും. എന്നിരിക്കെ ഇങ്ങനെയുള്ള താറടിക്കുന്ന പരിപാടികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്തു വയ്ക്കുകയാണ് നാഴിക കല്ലുകളായിട്ട്. അതൊരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല, അതുകൂടെ മനസ്സിലാക്കണം. സോ എന്താണ് ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോഴത്തെ അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.